പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തില് യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് നാം വായിച്ചു കേൾക്കുന്നത്. ഈ ഒരു അത്ഭുതം എന്ന് പറയുന്നത് അത് ഭൂമിയിൽ സംജാതമാകുന്ന ദൈവരാജ്യത്തെ സൂചിപ്പിക്കുന്ന അത്ഭുതം കൂടിയാണ്. ഈ ഒരു സുവിശേഷ ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ദുരന്തങ്ങളിൽ ദൈവം പറയുന്നുണ്ട്, എനിക്ക് മനസ്സുണ്ട് എന്ന് തന്നെയാണ് യേശു പറയുന്നത്. പക്ഷേ അത് കേൾക്കുവാനായിട്ടുള്ള സന്നദ്ധത നമുക്കുണ്ടോ എന്ന് ചിന്തിക്കണം. ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെട്ട് കഴിയുമ്പോൾ പിന്നീട് ദൈവത്തോട് നാം നന്ദിയോടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുകൂടി ചിന്തിക്കണം. കാരണം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ശേഷം യേശു പറയുന്നുണ്ട്, നീ ഇത് ആരോടും പറയരുത്. എന്നാൽ അവൻ ചെന്ന് അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇതിലൂടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. രോഗശാന്തിക്ക് മുമ്പ് കുഷ്ഠരോഗി പട്ടണത്തിന് പുറത്തായിരുന്നു, യേശു പട്ടണത്തിൻ്റെ ഉള്ളിലും. എന്നാൽ രോഗശാന്തിക്ക് ശേഷം അവൻ യേശുവിൻ്റെ വാക്ക് കേൾക്കാതെ മറ്റുള്ളവർക്ക് മുമ്പിൽ അത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ കുഷ്ഠരോഗി പട്ടണത്തിൻ്റെ ഉള്ളിലും യേശു പട്ടണത്തിൻ്റെ പുറത്തുമാകുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമല്ല. സഭ എന്ത് നമ്മളോട് ആവശ്യപ്പെടുന്നു, സഭയിലൂടെ മിശിഹ എന്ത് നമ്മളോട് ആവശ്യപ്പെടുന്നു, അത് പ്രഖ്യാപിക്കുവാനും അത് അനുസരിക്കുവാനുമുള്ളൊരു ഉത്തരവാദിത്വം കൂടിയാണ്. കുഷ്ഠരോഗി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ സഭ ദൈവം നമ്മളോട് മൗനം പാലിക്കുവാൻ പറയും. അത് നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്ന വിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. അപ്രകാരം ദൈവം പറയുന്ന സന്ദർഭങ്ങളിൽ ദൈവത്തോട് ശരിയായിട്ട് പ്രത്യുത്തരിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. ആമേൻ. നിൻ വഴിയേ നടക്കാം.